ഹായ്, ഞാൻ ജൂഡി. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് മറ്റൊരു സ്മോക്കിംഗ് ഡിസൈനാണ്. ഇപ്പോൾ ഇതിന് ഞാൻ ഈ ഒരു വലിപ്പമുള്ള സ്കെയിലിൻ്റെ വീതി നീളമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3/4 ഇഞ്ചൊക്കെ ഉണ്ടാവും. അതിൻ്റെ നീളത്തിലും വീതിയിലുമാണ് ഞാൻ ബോക്സ് വരച്ചിരിക്കുന്നത്. പിന്നെ അതേ കളറിൻ്റെ ഒരു സൂചി നൂലുമുണ്ട്. പിന്നെ ഞാനിവിടെ എപ്പോഴത്തെയും പോലെ തന്നെ വീഡിയോ അധികം ലാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു നോട്ട് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ക്ലോത്തിലേക്ക് വരച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഇങ്ങനൊരു ബോക്സാണ്. ഇതിൽ സ്ട്രെയിറ്റ് ഒന്നട വിട്ട്, അതായത് ഈ ഒരു ബോക്സിൽ വരച്ചിട്ടുണ്ട്, ഈ ഒരു ബോക്സിൽ വരച്ചിട്ടില്ല, അടുത്ത് വരച്ചിട്ടുണ്ട് അതുപോലെ. പിന്നെ നെക്സ്റ്റ് ഒരു കോളം മൊത്തം ഫ്രീ ആണ്. അതിനടുത്തത് സെയിം ഇതിൽ വരച്ച പോലെ തന്നെ ഇതിൽ. ഞാൻ ഇതിൻ്റെ നോട്ട് ഇടുമ്പോഴത്തേക്ക് അത് നോക്കി ക്ലോത്തിലേക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ക്ലോത്തിൻ്റെ ചീത്ത വശമാണ്, ഇതാണ് നല്ല വശം. ചീത്ത വശത്തിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നൂലെടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് തയ്ച്ച് ഇങ്ങനെ വയ്ക്കുക. കെട്ടണം, ഒരു 2-3 തവണയെങ്കിലും നന്നായിട്ട് കെട്ടണം. കാരണം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ തയ്ക്കുകയാണെങ്കിൽ ചിലപ്പം തയ്ച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ കെട്ട് ഇത് അഴിഞ്ഞു പോണത്. അതുകൊണ്ട് അത് അഴിയാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം. ഇനി ഈ ഒരു ബോക്സിൽ ഞാൻ വരച്ചിട്ടില്ല. അടുത്ത ബോക്സിൽ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കെട്ടണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനുകളാണ് ഇതൊക്കെ. താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിൽ അഭിപ്രായം കൂടെ പറയുക. ഇങ്ങനെ ആ വര വരച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ തയ്ച്ചെടുത്താൽ മതി. ഇനി ഞാനിത് മൊത്തം തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, മുഴുവൻ നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കിട്ടിയേക്കുന്നത്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിത് കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനിലൊക്കെ നമുക്കിത് വെക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കുഷനിലെ കവറിലൊക്കെ നമുക്കിത് ഡിസൈൻ ചെയ്തിട്ട് കവറിൽ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ നോട്ട്. ഇതുപോലെ ക്ലോത്തിൽ വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു.